എല്ലാവർക്കും SP ജോക്കോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് പാസ്സായവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സേനകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരമൊരുക്കിക്കൊണ്ട് SSC ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 39,481 ഒഴിവുകളിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികയാണിത്. BSF, CISF, CRPF, ITBP, SSB, SSF എന്നീ സേനകളിൽ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി, ആസാം റൈഫിൾസിൽ റൈഫിൾമാൻ ജനറൽ ഡ്യൂട്ടി, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ ശിപ്പായി എന്നീ തസ്തികകളിലാണ് നിയമനം ലഭിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 14 ഒക്ടോബർ 2024. റിക്രൂട്ട്മെൻറ്റിന് 5 ഘട്ടങ്ങളായിരിക്കും ഉണ്ടാവുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, മെഡിക്കൽ എക്സാമിനേഷൻ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുന്നത്. മറ്റ് വിശദവിവരങ്ങൾ നോക്കാം. ഇത് പേ ലെവൽ എന്ന് പറയുന്നത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലാണെങ്കിൽ പേ ലെവൽ 1, അതായത് സ്റ്റാർട്ടിംഗ് ബേസിക്ക് 18,000 രൂപ. മറ്റ് തസ്തികകളിലാണെങ്കിൽ പേ ലെവൽ 3 ആണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ 21,700. അതായത് എല്ലാം കൂടെ ഏതാണ്ട് കൂട്ടുമ്പോൾ ഏതാണ്ട് 40,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കും. ഓരോ സേനകളിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീക്കിവെച്ചിരിക്കുന്ന ഒഴിവുകളുടെ വിവരങ്ങൾ വിജ്ഞാപനത്തിൻ്റെ പട്ടികയിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല SC, ST, OBC, EWS, UR വിഭാഗത്തിലുള്ള ഒഴിവുകൾ നൽകിയിട്ടുണ്ട്. പുരുഷന്മാരുടെ 35,612 ഒഴിവുകളാണ് വിവിധ സേനകളിലായി നിലവിലുള്ളത്. 3,869 ഒഴിവുകൾ സ്ത്രീകൾക്ക് ഉള്ളതാണ്. പ്രായം 18 മുതൽ 23 വയസ്സ് വരെ. 1/1/2025 അനുസരിച്ചാണ് പ്രായം കണക്കാക്കുന്നത്. അതായത് 2/1/2002 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC, ST വിഭാഗത്തിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെ വയസ്സിളവും OBC കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ വയസ്സിളവും ലഭിക്കും. ഉയർന്ന പ്രായപരിധിയിൽ വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ബോർഡിൽ നിന്നോ ഉള്ള 10ാം ക്ലാസ് പാസ്. അപേക്ഷാ ഫീസ് ജനറൽ OBC കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസായി വരുന്നത്. സ്ത്രീകൾ SC, ST കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും വിമുക്ത ഭടന്മാർക്കും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. പരീക്ഷാ കേന്ദ്രം കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളായിട്ട് വരുന്നത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവയാണ്. ഓൺലൈൻ അപേക്ഷയിൽ ഉദ്യോഗാർത്ഥികൾക്ക് 3 പരീക്ഷാ കേന്ദ്രം ചോയ്സായിട്ട് കൊടുക്കാൻ സാധിക്കും. സ്കീം ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 80 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം. 0.25 നെഗറ്റീവ്. 60 മിനിറ്റാണ് പരീക്ഷാ സമയം. പാർട്ട് A ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് 20 ക്വസ്റ്റ്യൻ. പാർട്ട് B ജനറൽ നോളജ് ആൻഡ് ജനറൽ അവെയർനെസ്. പാർട്ട് C എലമെൻ്ററി മാത്തമാറ്റിക്സ്. പാർട്ട് D ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്നിങ്ങനെയാണ്. ഓരോ സെക്ഷൻ്റെയും ഡീറ്റെയിൽഡ് സിലബസ് വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നടത്തും. ഹൈറ്റ്, ചെസ്റ്റ്, വെയ്റ്റ് എന്നിവയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ വരുന്നത്. ഇനി പറയുന്നത് ഈ തസ്തികയിലേക്ക് വേണ്ട ഉയരമാണ്. പുരുഷന്മാർക്കാണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. സ്ത്രീകൾക്ക് 157 സെൻറ്റിമീറ്റർ. പുരുഷന്മാർക്ക് വേണ്ട നെഞ്ചളവ് അൺഎക്സ്പാൻഡഡ് 80 സെൻറ്റിമീറ്റർ, എക്സ്പാൻഡഡ് 85 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ക്വാളിഫൈ ആവുന്നവർക്ക് അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് നടത്തുന്നത്. പുരുഷന്മാരാണെങ്കിൽ 24 മിനിറ്റിൽ 5 കിലോമീറ്റർ റേസ് പൂർത്തിയാക്കണം. സ്ത്രീകളാണെങ്കിൽ 8.5 മിനിറ്റിനുള്ളിൽ 1.6 കിലോമീറ്ററും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നീ 3 ഘട്ടങ്ങൾ പാസ്സാവുന്നവർക്ക് അടുത്ത നടത്തുന്നത് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. SSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ വഴിയാണ് ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ടത്. SSCയുടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ട ആവശ്യമില്ല. www.ssc.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുവാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മറ്റ് വിശദവിവരങ്ങൾ അറിയുവാൻ വിജ്ഞാപനം കാണുക. ആപ്ലിക്കേഷൻ്റെ ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മികച്ച ശമ്പളത്തോടെ കേന്ദ്ര സായുധ പോലീസ് സേനയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നെത്തിയിരിക്കുന്ന ഒരു നല്ല അവസരമാണ് SSC GD കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.